ഇന്ന് ഓഗസ്റ്റ് 6, 2025 ബുധൻ. ഇന്നത്തെ പ്രധാന പത്രങ്ങളിലൊന്നായ കേരള കൗമുദിയിൽ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി VN വാസവൻ ഏറ്റുമാനൂരിൽ നിന്നുള്ള MLA ഒരു എഡിറ്റോറിയൽ പേജിൽ R സ്മിതാദേവിയുമായിട്ട് അഭിമുഖം തയ്യാറാക്കിയിട്ടുണ്ട്. വിശ്വാസിയുടെ നിലപാടിനെ പാർട്ടി എതിർക്കുന്നില്ല. ഇതാണ് അഭിമുഖം. ഈ അഭിമുഖത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയട്ടെ. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യണം. ഞങ്ങൾക്ക് ആവശ്യമായ സംഭാവനകൾ അയച്ചു തരണം. ഗൂഗിൾ പേ നമ്പറുണ്ട്. അതുപോലെ തന്നെ പരസ്യങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, പരാതികൾ, ആവലാതികളൊക്കെ ഞങ്ങളെ വാട്സപ്പ് നമ്പർ വഴി അറിയിക്കുക. എന്താണ് വാസവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ടൈറ്റിൽ തന്നെ, ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ തന്നെ, എഡിറ്റോറിയലിൽ ആ അഭിമുഖത്തിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ടൈറ്റിൽ തന്നെ വിശ്വാസിയുടെ നിലപാടിനെ പാർട്ടി എതിർക്കുന്നില്ല. മിസ്റ്റർ വാസവൻ മന്ത്രി, അങ്ങയോട് എല്ലാ സ്നേഹവും ആദരവും നിലനിർത്തി പറയട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ആവട്ടെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകട്ടെ, RSP ആകട്ടെ, അങ്ങനെ തുടങ്ങിയ മാർക്സിസം ലെനിനിസത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികൾക്ക് വിശ്വാസം എന്നൊരു കാര്യമില്ല. അവർക്ക് ശാസ്ത്രവും യുക്തിയും അത്തരം കാര്യങ്ങളേ ഉള്ളൂ. വിശ്വാസവും അന്ധവിശ്വാസവും ഇല്ല. ഈ വിശ്വാസം അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്നത് വേറൊരു കൺസെപ്റ്റാണ്. പ്രത്യേകിച്ച് മതവിശ്വാസവും ദൈവവിശ്വാസവും പോകുമ്പോൾ കുറച്ചുകൂടി വേറൊരു കൺസെപ്റ്റിലേക്ക് പോകും. അല്ലാത്ത സാധാരണ മനുഷ്യൻ്റെ വിശ്വാസമാണ് ഞാൻ നിന്നെ രക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പൈസ തരും, പരീക്ഷ എഴുതാൽ ജയിക്കും, യാത്ര ചെയ്താൽ എത്തും, ഭക്ഷണം കഴിച്ചാൽ പിന്നെ ആരോഗ്യം വരും, കിടന്നാൽ ഉറങ്ങാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളുണ്ട്. അത് യാഥാർത്ഥ്യമായി ബന്ധപ്പെടുത്തിയ, യുക്തിയുമായും ശാസ്ത്രവും ബന്ധപ്പെടുത്തിയ വിശ്വാസങ്ങളാണ്. അല്ലാതെ കാണാത്ത ദൈവത്തെ വിശ്വസിക്കുന്നത്, കാണാത്ത ദൈവങ്ങളെ തേടി അമ്പലങ്ങളിൽ പോകുന്നതൊക്കെ മറ്റൊരു തരത്തിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസികളെ കമ്മ്യൂണിസ്റ്റുകാരൻ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. എത്ര മനോഹരമാണ് നിങ്ങളുടെ രക്ഷ. കടയ്ക്കൽ എന്ന് പറയുന്ന, തിരുവനന്തപുരം ജില്ലയിലെ കടയ്ക്കൽ എന്ന് പറയുന്ന അമ്പലത്തിൽ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടിയപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഭക്തിഗാനങ്ങൾ എടുത്തു മാറ്റി പുഷ്പൻ്റെ പാട്ട് പാടിച്ചവരാണ് നിങ്ങൾ. ചെറിയ ആളുകളല്ല വിശ്വാസത്തെ. സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു, എത്രയോ വിധികൾ സുപ്രീം കോടതി വന്നു. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പേരിൽ പള്ളികൾ പിടിച്ചെടുത്ത് കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധി ഇറക്കിയില്ലേ? നിങ്ങൾ പിടിച്ചെടുത്ത് കൊടുത്തോ? എത്രയെത്ര വിധികൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാതെ കിടക്കുമ്പോഴാണ് ശബരിമല വിധി വന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ 200 ഏക്കർ സ്ഥലം അവിടെ വേണമെന്ന് അന്നത്തെ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയും അമേരിക്കയിൽ ഇരുന്ന് ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രിയും പിണറായി വിജയനും പറയുകയും മിനിറ്റുകൾക്കകം ഇവിടുത്തെ ഹിന്ദു സംഘടനകളോ NSSO SNDPയോ ഹിന്ദു സന്യാസിമാരെ ആരോടെങ്കിലും, വർക്കല ശിവഗിരിക്കാരോടോ ആരോടെങ്കിലും ഒന്ന് ആലോചിക്കാതെ സെക്കൻഡുകൾക്കുള്ളിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളുണ്ടല്ലോ. നിങ്ങളും നിങ്ങളുടെ പോലീസും ADGPമാരും DGPമാരും എല്ലാവരും കൂടി ശബരിമലയിൽ തങ്കമണിയെയും പൊന്നുമണിയെയും ഒക്കെ കയറ്റിയ കലയുണ്ടല്ലോ. നിങ്ങൾ ഏത് വിശ്വാസിയാണ് പറയുന്നത്? എന്നിട്ട് 19 സീറ്റ് കിട്ടാതിരുന്നപ്പോൾ നിങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങി പറഞ്ഞു, ഞങ്ങൾ ഇതാ അയ്യപ്പൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. അതേസമയം അയ്യപ്പനെ അധിക്ഷേപിച്ച സ്വരാജിനെ നിങ്ങൾ തിരുത്തിയോ? മാളികപ്പുറത്തിനെ കല്യാണം കഴിച്ച്, എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ, ഞങ്ങൾക്ക് കുറേ പെണ്ണുങ്ങൾക്ക് അവിടെ വരണം എന്ന് പറഞ്ഞ സ്വരാജിനെ നിങ്ങൾ തിരുത്തിയോ? ഞങ്ങൾ DYFIയുടെ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ, CPMൻ്റെ മഹിളാ അസോസിയേഷൻ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് അവിടെ കയറുമെന്ന് പറഞ്ഞ് സ്വരാജിനെ നിങ്ങൾ തിരുത്തിയോ? ഗൗരവമായ വിഷയമാണ്. കമ്മ്യൂണിസ്റ്റുകാർ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്. അടിസ്ഥാനപരമായി വാസവൻ മന്ദിരം നിർദ്ദേശിക്കുക. മതനിരപേക്ഷതയൊന്നും അമ്പലത്തിലില്ല. അമ്പലം ഹിന്ദുവിൻ്റേതാണ്, അത് ഹിന്ദു വിശ്വാസികളുടേതാണ്. അത് ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ, ഹിന്ദു ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, അവർക്കുള്ളതാണ്. ഹിന്ദു അമ്പലങ്ങളുടെ സ്വത്ത് എന്തിനാണ് നിങ്ങൾ എടുത്തു വയ്ക്കുന്നത്? നിങ്ങൾ ഏതെങ്കിലും ക്രിസ്ത്യൻ അമ്പലത്തിൻ്റെ സ്വത്ത് എടുത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഏതെങ്കിലും മുസ്ലിം അമ്പലത്തിൻ്റെ സ്വത്ത് എടുത്ത് വെക്കാൻ കഴിയും? വഖഫിൻ്റെ സ്വത്ത് എടുത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഒരു കാരണവശാലും കഴിയില്ല. എല്ലാം ഹിന്ദുവിൻ്റെ സ്വത്ത് മാത്രമേ നിങ്ങൾക്ക് എടുക്കാൻ കഴിയൂ. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് എത്ര കോടിയാണ് നിങ്ങൾ ഖജനാവിൽ കാശില്ല എന്ന് പറഞ്ഞ് വാങ്ങാൻ ശ്രമിച്ചത്? അവസാനം ഹൈക്കോടതി ഇടപെട്ടാണല്ലോ അത് വേണ്ട എന്ന് പറഞ്ഞത്. ദേവസ്വം ബോർഡ് കോളേജുകളിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള, മാർക്സിസ്റ്റുകാരായിട്ടുള്ള ദീപാ നിശാന്തിനെയും പ്രിയ വർഗീസിനെയും ഒക്കെ കയറ്റി അവിടെ ഇരുന്നു കൊണ്ട് അവർ തീവ്രവാദവും ഭീകരവാദവും അവിടെ ഇരുന്നു കൊണ്ട് അവർ മതനിരാസവും വിശ്വാസരാഹിത്യവും കമ്മ്യൂണിസവും പറഞ്ഞ് നാട് മുഴുകെ നടക്കുന്നില്ലേ? താങ്കൾ തയ്യാറുണ്ടോ? ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലും ദേവസ്വം ബോർഡ് കോളേജുകളിലും ദേവസ്വം ബോർഡ് സ്കൂളുകളിലും വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ എന്നൊരു അപ്ഡേറ്റ് തയ്യാറാക്കാൻ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വയ്ക്കാൻ താങ്കൾ തയ്യാറുണ്ടോ? അങ്ങനെ ഒരു എഗ്രിമെൻ്റ് കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേപ്പർ കൂടി, ഒരു ഡിക്ലറേഷൻ കൂടി കൊടുത്താൽ മാത്രമേ ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിൽ, അത് ഹിന്ദുവിൻ്റെ പൈസ എടുത്ത്
1 രൂപ 2 രൂപ 3 രൂപ 5 രൂപ തുട്ടുകൾ, നാണയത്തുട്ടുകൾ ഹിന്ദുവിൻ്റെ അമ്പലത്തിൽ പോയി ഭണ്ഡാരത്തിലിടുന്ന പൈസ എടുത്തിട്ടാണ് ഈ കോളേജുകളും സ്കൂളുകളും കൂടെ നടത്തുന്നത്. അവിടെ നിങ്ങൾ ഇത് ചെയ്യാൻ തയ്യാറുണ്ടോ? അവിടെ ഒരു ഡിക്ലറേഷൻ വാങ്ങുമോ? അമ്പലത്തിൻ്റെ പണം നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുമോ? അമ്പലങ്ങൾ ഹിന്ദുവിന് വിട്ടുകൊടുക്കുമോ? ഇങ്ങനെ 100 കണക്കിന് ചോദ്യങ്ങൾ മുന്നിൽ നിൽപ്പുണ്ട്. അപ്പോഴാണ് നിങ്ങൾ മതഗ്രന്ഥങ്ങൾ, രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും ഗീതയൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ അതിലൊന്നിൽ പറയുന്നതും താങ്കൾ പ്രവർത്തിക്കുന്നില്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ വളരെ മനോഹരമാണ് താങ്കളുടെ കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ താങ്കളോട് ഒരു എതിർപ്പമുള്ളത് കൊണ്ടല്ല, താങ്കളോട് എനിക്ക് താങ്കൾ ഈ പറഞ്ഞതൊക്കെ സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദുവിൻ്റെ അമ്പലം ഹിന്ദുവിന് വിട്ടുകൊടുക്കുക, ഹിന്ദുവിൻ്റെ പൈസ എടുത്ത് ചെയ്യുന്ന ആ ദേവസ്വം ബോർഡ് കോളേജുകളിലും സ്കൂളുകളിലും ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ കൊണ്ടുവരിക. ആ നിലയിൽ ഒരു കാരണത്തെ സംബന്ധിച്ചാലും കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ അംഗീകരിക്കുന്നില്ലല്ലോ. പിന്നെ EMSൻ്റെ കാലം മുതൽ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് അമ്പലത്തിൽ പോകാൻ വേണമെങ്കിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിൽ ആൾ കാണൂല. വളരെ കുറച്ച് പേരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്നെ വിശ്വസിക്കുകയുള്ളൂ. നിങ്ങൾ അമ്പലത്തിൽ പോകാൻ പാടില്ല, അമ്പല കമ്മിറ്റികൾ പോകാൻ പാടില്ല, അമ്പലങ്ങളിൽ പോകാൻ പാടില്ല, വിശ്വാസികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനമില്ല എന്നൊന്ന് പറഞ്ഞു നോക്കൂ. കാരണം ഞങ്ങൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിലും ശാസ്ത്രത്തിലും ശാസ്ത്രീയയുഗത്തിലും മാർക്സിയൻ കാഴ്ചപ്പാടിലും വിശ്വസിക്കുന്നവരാണ്, മാർക്സിസം ലെനിനിസത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവിടെ അമ്പല വിശ്വാസിക്ക് സ്ഥാനമില്ല എന്നൊന്ന് പറഞ്ഞു നോക്കൂ, എന്നിട്ട് നമുക്ക് എണ്ണമെടുക്കാം. അപ്പോൾ കാണാം നമ്മുടെ ഇതൊരു ഇരട്ട മുഖമാണ്. ഇത് ശിക്ഷകനെ തന്നെ രക്ഷകൻ്റെ റോൾ വരുന്ന വേറൊരു പരിപാടിയാണ്. സാധാരണ നാട്ടിൻപുറത്ത്, ഞാൻ അങ്ങയെ എങ്ങനെ പറയുന്നില്ല, കാരണം അങ്ങ് മന്ത്രിയാണ്, പക്ഷെ ആട്ടിൻ തോലടിഞ്ഞ് ചെന്നായ എന്ന് പറയുന്നൊരു പ്രയോഗം നാട്ടിലുണ്ട്. അത് അങ്ങനെയാണെന്ന് ഹിന്ദുക്കൾക്ക് തോന്നാതിരിക്കണമെങ്കിൽ അങ്ങയുടെ പ്രവൃത്തിയിൽ ഇത് വരട്ടെ. തീർച്ചയായിട്ടും അമ്പലങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കുക. പ്രയാർ ഒരു വാക്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എല്ലാ അമ്പലങ്ങളിലും മത പാഠശാലകൾ നടത്തണമെന്ന് പറഞ്ഞു. അതിനുള്ള അനുവാദം ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ കൊടുത്ത് അടിയന്തരമായി താങ്കൾ വിശ്വാസികളോടൊപ്പം എന്നാണെന്ന് തെളിയിക്കുക. അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത്.